ഹലോ ഓൾ, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പം ഞാനിത് ചെയ്യണമെന്ന് ഒട്ടും പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ ഇങ്ങനൊരു കണ്ടന്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്ന കാര്യമേ അല്ല. ഒട്ടും പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. എന്ന് വെച്ചാൽ ഇന്ന് രാവിലെ എനിക്ക് തെമുവിന്റെ മെസ്സേജ് വന്നു, എൻ്റെ പ്രോഡക്റ്റ്സ് ഇന്ന് ഡെലിവർ ചെയ്യാൻ പോവുകയാണെന്നുള്ളത്. അവർ പറഞ്ഞ ഡേറ്റ് 15 to 20 അകത്ത് ഒരു ഡേയിൽ ഡെലിവർ ചെയ്യുന്നതാണ്. അപ്പം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇന്ന് ഗിഫ്റ്റ് മീൻസ് ഇന്ന് പ്രോഡക്റ്റ് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അങ്ങനെ പ്രോഡക്റ്റ് വരുമ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഒരു അൺബോക്സിങ് വീഡിയോ ഇടാം. അല്ലാതെ ഇത് ഞാൻ നേരത്തെ പ്രോഡക്റ്റ് ഓർഡർ ചെയ്യണം, അത് വരും അൺബോക്സ് വീഡിയോ ഇടണം അതൊന്നും വിചാരിച്ചതല്ല. അപ്പോൾ ഇന്ന് ആ പ്രോഡക്റ്റ് കിട്ടാൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോഴത്തേനും ഓക്കെ, അപ്പം ഞാൻ എന്തുകൊണ്ട് ഒരു അൺബോക്സ് വീഡിയോ ചെയ്തുകൂടാ എന്ന് എനിക്ക് തോന്നി. എന്നാൽ പിന്നെ ഇന്നത്തെ ഈ അൺബോക്സിങ് വീഡിയോ കണ്ടാലോ? അപ്പോൾ പ്രോഡക്റ്റ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. കുറച്ച് ഘനത്തിലുള്ള പ്രോഡക്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. വെയിറ്റ് അറൗണ്ട് 3 kg വെയിറ്റുള്ള പ്രോഡക്റ്റാണ് ഞാൻ ഇപ്രാവശ്യം ഓർഡർ ചെയ്തിരുന്നത്. 2.927. ഇതിനകത്തുള്ള സാധനങ്ങളുടെ ക്വാളിറ്റി എങ്ങനെയുണ്ട്, എന്താണ് സംഭവം എന്നൊക്കെ നോക്കാം. പിന്നെ ഇത് അൺബോക്സിങ് ഇപ്പൊ ചെയ്തപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത് കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിരിക്കും. കാരണം എൻ്റെ അടുത്ത് 1-2 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു തെമൂല പ്രോഡക്ട്സ് എങ്ങനെ കൊള്ളാവോ. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ 2 പ്രാവശ്യം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്രാവശ്യം ഒക്കെ വന്നത് എനിക്ക് എല്ലാ പ്രോഡക്ട്സും നല്ലതായിരുന്നു ഞാൻ പറയുന്നില്ല. കാരണം ഇമേജ് കണ്ടപ്പോൾ ഒത്തിരി നല്ല പ്രോഡക്റ്റ് ആയിരുന്നു. കയ്യിൽ കിട്ടിയപ്പോഴത്തേക്കും ആളാകെ മാറിപ്പോയി. തീരെ ചെറുതായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ച മെറ്റീരിയൽ അല്ലായിരുന്നു ആ പ്രോഡക്ട്സിന്. പിന്നെ അത് മാത്രമായിട്ട് റിട്ടേൺ ചെയ്യാൻ നിന്നില്ല. അപ്പൊ എന്റെ പെട്ടിക്കുള്ളിൽ എന്താണെന്നല്ലാതെ തെമു അങ്ങനെ പറ്റിക്കുന്ന പരിപാടിയില്ല. പിന്നെ പ്രോഡക്റ്റ്സ് കുറെ ചൈന പ്രോഡക്ട്സ് ആണ്. പിന്നെ നമുക്ക് അഫോർഡബിൾ റേഞ്ചിൽ ഇങ്ങനത്തെ കിട്ടുക എന്ന് പറയുമ്പോൾ അത് കുറച്ച് ബെനിഫിറ്റ് ഉള്ള കാര്യം തന്നെയാണ്. എന്നുവെച്ചാൽ ഇവിടെ തന്നെ ഷോപ്പിൽ നല്ല റേറ്റിൽ കണ്ടിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഞാൻ ഭയങ്കര ചീപ്പ് പ്രൈസിൽ ഞാൻ തെമുന്ന് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തെമു അഫോർഡബിൾ റേഞ്ച്, പിന്നെ നമുക്ക് കുറെ വെറൈറ്റീസ് ആണ്. ചൈനീസ് പ്രോഡക്റ്റുകൾ കുറെ സാധനങ്ങൾക്ക് അവരുടെ കുറെ പ്രോഡക്ട്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് കുറച്ച് ചീപ്പ് പ്രൈസിൽ കിട്ടുന്നത് കുറച്ച് നല്ല കാര്യമാണ്. പിന്നെ എന്താ പറയാ, പിന്നെ എനിക്ക് ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പ്രൈസ് അഡ്ജസ്റ്റ്മെന്റ് പോളിസി. ഇപ്പൊ നമ്മൾ ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്ത് വെക്കാം. ഓർഡർ ചെയ്തതിന് ശേഷം അതിന്റെ പ്രൈസ് കുറഞ്ഞാൽ നമുക്ക് അതിന് തന്നെ പ്രൈസ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അപ്പൊ നമുക്ക് ആ പ്രൈസ് അഡ്ജസ്റ്റ്മെന്റ് പോളിസി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര എമൗണ്ട് ആണ് കുറഞ്ഞത് നമുക്ക് ക്രെഡിറ്റ് ആയി കിട്ടും. അത് നമ്മൾ അടുത്ത ടൈം നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ക്രെഡിറ്റ് ബാലൻസ് യൂസ് ചെയ്യാവുന്നതാണ്. അതിപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് ഷിപ്മെന്റ് ആയാലും ശരി, നമുക്ക് റിസീവ് ആയാലും ശരി, നമ്മുടെ പ്രോഡക്റ്റിന്റെ റിട്ടേൺ പീരീഡ് കഴിയുന്നതിന് ഉള്ളിൽ നമുക്ക് ഈ പ്രൈസ് അഡ്ജസ്റ്റ്മെന്റ് പോളിസി ചെയ്യാവുന്നതാണ്. അതിനെ കുറിച്ച് എത്ര രൂപ കുറഞ്ഞാലും നമുക്ക് അത് ക്രെഡിറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അതെനിക്ക് ഇഷ്ടമാണ്. അത് ഞാൻ 1-2 പ്രാവശ്യം 1-2 പ്രോഡക്ട്സിന് ഞാൻ അത് ക്ലെയിം ചെയ്തിട്ടുള്ളതാണ്. ഇതിപ്പോ ഞാൻ അൺബോക്സ് ചെയ്യാൻ പോവാം. എനിക്ക് വേണ്ട മെയിൻ ആയിട്ട് കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ തെമോന് ഒരു പ്രോബ്ലം ഉണ്ട്. നമ്മൾ മിനിമം ഒരു ചെക്കൗട്ട് എമൗണ്ട് അവർ പറയും. ഫ്രീ ഷിപ്പിങ്ങിന് ഒരു ചെക്കൗട്ട് എമൗണ്ട് അത് ചിലപ്പോൾ 8 BD ആവാം, 13 BD ആവാം, 16 BD ആവാം. അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് 16 BD അങ്ങനെ എന്തോ 16 ദിനാറിന് എന്തോ പർച്ചേസ് ചെയ്യണമായിരുന്നു. അവസാനം എനിക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്തപ്പോഴത്തേനും ആ ഒരു എമൗണ്ട് ആയില്ല. പിന്നെ അങ്ങോട്ട് കൈ കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു സാധനങ്ങളുണ്ട്. 300 പിൽസ്, 200 പിൽസ്, 900 പിൽസ്, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ചുമ്മാ അതും കൂടെ ആക്കി ആ പൈസ ഒന്ന് തികയ്ക്കാൻ വേണ്ടിയിട്ട്, കാരണം ചെക്കൗട്ട് ചെയ്യണ്ടേ, അങ്ങനെ തികയ്ക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയ കുറേ സാധനങ്ങളുണ്ട്. അതൊക്കെ എന്താണെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ആക്കി ഫസ്റ്റ് ഇതാ പക്കത്ത് വാങ്ങിയ ഹെയർ ബാൻഡാണ്. ബാൻഡല്ല, ബോ. ഇതിന് 900 പിൽസോ അങ്ങനെ എന്തോ ആയിട്ടുള്ളൂ കേട്ടോ. നാളെ പ്രൈസ് നേരെ ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ എന്തായാലും ഒരു ദിനത്തിനകത്തേ ആയിട്ടുള്ളൂ ഈ 4 എണ്ണത്തിന്. അതിൽ 2-3 ഇമേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തത് വരുമോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം 2-3 എണ്ണം ആയിട്ടുണ്ടായിരുന്നതുകൊണ്ട് ഇത് ഓക്കെ. ഇതിങ്ങനെ ക്ലിപ്പ് ചെയ്യാം കേട്ടോ. നമുക്കിങ്ങനെ ഹെയർ ഇങ്ങനെ ആക്കിയിട്ട് ക്ലിപ്പ് ചെയ്ത് വെക്കാനും പറ്റും. ഇറ്റ്സ് സോ നൈസ്. ഞാൻ ഇത് വിചാരിച്ചില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ബോയ് ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഹെയർ ഇതിനകത്തോടെ ഇട്ടിട്ട് ക്ലിപ്പ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം ക്വാളിറ്റിയും ഉണ്ട്. ഇത് അതിൻ്റെ തന്നെ വേറൊരു മോഡലാണ്. കണ്ടില്ലേ, സ്ട്രോബെറിയുടെ അത് കണ്ടിട്ടാണ് ഞാനിത് ഓർഡർ ആക്കിയേ. ആ സ്ട്രോബെറി അത് തന്നെ വന്നിട്ടുണ്ട്. ഇതിൽ ഒരു പൂ വിളകിയിരിക്കുന്നുണ്ട് കേട്ടോ. സാരില്ല, നമുക്ക് ഗ്ലൂഗൺ വെച്ചോ ഫെവിസ്റ്റിക്കൊന്നും വെച്ച് ഒട്ടിക്കാം. ഇതൊരെണ്ണം ഇളകിയിട്ടുണ്ട്. ക്വൈറ്റ് നാച്ചുറൽ, സാരില്ല. ബട്ട് ഇതും നമുക്ക് നല്ല നല്ല മെറ്റീരിയലാണ്. പെട്ടെന്ന് ഒന്നും ഒടിയുന്നില്ല. ആ ഒരു പ്രൈസ് റേഞ്ചിന് ഭയങ്കര നല്ല സാധനം. അടുത്തത് ഇങ്ങനത്തെ ഒരു സാധനം. ഇത് മറ്റേ ഫോർക്കിൻ്റെ കുഞ്ഞു സാധനമല്ലേ, കുഞ്ഞുങ്ങൾക്ക് ഫ്രൂട്ട്സ് അതൊക്കെ ഇങ്ങനെ ഫോക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള കുഞ്ഞു സാധനം. കുഞ്ഞു ഫോർക്ക് ടിഫിൻ ബോക്സിലൊക്കെ ഇട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ. ഇത് അനിമൽസിൻ്റെ ഷേപ്പാണ്. ഇതിൻ്റെ ജിറാഫ് ഉണ്ട്. ജിറാഫാണ് വലിയ ക്യാറ്റ്. അതിൻ്റെ തന്നെ വേറൊരു സെറ്റും കൂടെയാണ്. ഇത് ഷേപ്സിൽ കട്ട് ചെയ്യാനായിട്ടുള്ളത്. നമുക്ക് ഫ്രൂട്ട്സോ നല്ല ഇപ്പം പാൻ കേക്ക് പോലൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതൊന്ന് പല പല ഷേപ്സിൽ കട്ട് ചെയ്ത്. ഇപ്പോൾ ഫിഷിൻ്റെ ഷേപ്പ് ഇതെങ്ങനെ അറിയുന്നു, എങ്ങനെ അറിയിക്കും ഫിഷിൻ്റെ? ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഫിഷ്
ഇതൊരു ഫ്ലവർ ഷേപ്പ് കണ്ടോ, ഫ്ലവർ ഷേപ്പ് 1 2 3 4 5 6 7 8 ഷേപ്സ് ഉള്ളൊരു പാക്കറ്റാണിത്. 8 ഷേപ്സ്. പിന്നെ അത് യൂസ് ചെയ്യാനുള്ള ഫോർക്കായിട്ട് യൂസ് ചെയ്യാനുള്ള. ഇത് ഞാൻ വാങ്ങിയതൊന്നും ഇതിൽ കാണുന്നില്ല. ഇത് മൊത്തം മീൻസ് എനിക്ക് വേണ്ടി വാങ്ങിയതൊന്നും ഇതിൽ കാണുന്നില്ല. ഇത് മൊത്തം പിള്ളേരുടെ പ്രോഡക്റ്റാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇത് വേറൊരു ഹെയർ ബാൻഡാണ്. ഹെയർ ഉള്ള ഹെയർ ബാൻഡ്. ഇങ്ങനെ ഹെയർ വെച്ചിട്ട് ഞാനൊന്ന് വെച്ച് നോക്കട്ടെ. ഇതിൻ്റെ ഒരു കുറവും കൂടി ഉണ്ട്. ഇത് ഹെയർ വെച്ചിട്ട് ഉള്ളൊരു ഹെയർ ബാൻഡ്. പക്ഷെ നല്ല സാധനം കേട്ടോ. ഇതിനൊരു 1 ദിനാറിന് 1 പോയിന്റ് സംതിങ് ആയിട്ടുണ്ട് ഈ സാധനം. അതിൻ്റെ ക്വാളിറ്റി ഇതിനുണ്ട്. കാരണം ഇത് എല്ലാം നല്ല നല്ല ഒറിജിനൽ ഹെയർ പോലെ തന്നെ ഇരിപ്പുണ്ട്. ഒറിജിനൽ ഹെയർ ആണോ? ഒറിജിനൽ ഹെയർ പോലെ ഇരിപ്പുണ്ട്. എൻ്റെ മുടിയേക്കാളും കട്ടിയുണ്ട് എന്തായാലും. ഞാൻ വാങ്ങിയ എൻ്റെ ഒരു സാധനം ഇത് ഇമേജിൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാഗായിട്ടാണ് കാണിച്ചത്. അപ്പം ഞാൻ കരുതി എൻ്റെ ക്രാഫ്റ്റിൻ്റെ കുറേ പെൻസിൽ, പെയിൻറ്, ബ്രഷ് അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ടല്ലോ, അതെല്ലാം ഇട്ട് വെക്കാൻ പറ്റും എന്ന് കാണിച്ച ഒരു ബാഗായിരുന്നു. ഇത് വന്നപ്പോൾ ഇച്ചിരി സൈസ് ചെറുതാ. ഇത് വെർത്തല്ല. കാരണം ആ ഇമേജ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് തന്നെ ഒത്തിരി പാർട്ടീഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഒരുപാട് സാധനം ഇവിടെ വെക്കാം എന്നൊക്കെ പറഞ്ഞ് കാണിച്ച ഒരു ഇതായിരുന്നു, സാധനമായിരുന്നു. അങ്ങനെയാണ് ഞാനിത് വാങ്ങിയത്. അപ്പോൾ എൻ്റെ സാധനം ചീറ്റിപ്പോയിട്ടുണ്ട്. അവരുടെ ബോയും മറ്റേ കട്ടറും ഫോർക്കും അതെല്ലാം നല്ല സാധനമായിരുന്നു. പക്ഷെ ഇത് എനിക്ക് ചീറ്റിപ്പോയി. എന്നാലും കുറച്ചൊക്കെ സാധനം വെക്കാൻ പറ്റില്ല എന്നല്ല, വെക്കാൻ പറ്റും. പക്ഷെ ആ ഇമേജിൽ കണ്ട് ഞാൻ വാങ്ങിയ സാധനം ഇതല്ല. ഇതൊരു LED ലൈറ്റാണ്. സെറ്റ് ചെയ്തിട്ട് കാണിക്കാം. ഒരു LED വിത്ത് റിമോട്ട് ചാർജർ എല്ലാം ഉണ്ട്. ഇത് ആക്ച്വലി ആ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടത് സ്കൈ തീമായിരുന്നു. മൂണും സ്റ്റാറും ഒക്കെ ഉള്ള നമ്മുടെ സോളാർ സിസ്റ്റത്തിൻ്റെ തീം കണ്ടിട്ടാണ് വാങ്ങിയത്. പക്ഷേ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് കിട്ടി. സോ അതുകൊണ്ട് ഈ പ്രോഡക്റ്റ് മിക്കവാറും റിട്ടേൺ വിടാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഇങ്ങനൊരു സാധനം ഞാൻ ഓർഡർ മൗസ്. ഇത് ഡ്രസ്സിൻ്റെ ഒക്കെ ലിങ്ക് റിമൂവ് ചെയ്യുന്ന ഒരു സാധനം നമ്മളെ ഡ്രസ്സിലെ. അപ്പോൾ ഇത് ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. ഇത് വർക്ക് ആവുമോ എന്ന് എനിക്കറിയില്ല. ഈ ഡ്രസ്സിൽ ഇപ്പോൾ ലിൻറ്റ് ഇല്ല. ഇപ്പം ലിൻറ്റ് ഉള്ളൊരു ഡ്രസ്സിൽ ഇപ്പം നമ്മുടെ ജാക്കറ്റ്സ്, യൂണിഫോം, പിന്നെ ചില ടൈപ്പ് ഓഫ് ഡ്രസ്സിൻ്റെയൊക്കെ ലിൻറ്റ് ഉണ്ട്. അപ്പോൾ ലിൻറ്റ് ഇത് ഇങ്ങനെ ചെയ്ത ലിൻറ്റ് റിമൂവ് ആവുമെന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിയത്. ഇതിന് ലിൻറ്റ് ഇല്ലാത്തത് കൊണ്ട് കാണിക്കാൻ നിവർത്തിയില്ല. ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് പറയാം. ഇതൊരു ഹോൾ പൈച്ച്. ഇത് ഞാൻ പറഞ്ഞില്ല, അവസാനം കാശ് തികയ്ക്കാൻ വേണ്ടി ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു 1.5 ദിനാറോ അങ്ങനെ എന്തോ സാധനങ്ങൾ വേണം. അപ്പം അങ്ങനെ പൈസ തികയ്ക്കാൻ വേണ്ടി അത്ര പേക്ക് സാധനം കുറേയൊക്കെ എടുത്തു. അതിലുള്ളൊരു പ്രോഡക്റ്റാണ് ഇത്. ഞാൻ വേസ്റ്റ് ചെയ്തിരുന്ന സാധനം എൻ്റെ സ്റ്റാൻഡ്. എൻ്റെ വീഡിയോ എടുക്കാനും അപ്പോൾ യൂസ് ചെയ്യാവുന്ന ഒരു സ്റ്റാൻഡ്. അപ്പോൾ ഇത് തന്നെ ലൈറ്റ് ഉള്ളതും ഉണ്ടായിരുന്നു, ലൈറ്റ് ഇല്ലാത്തതും ഉണ്ടായിരുന്നു. അപ്പോൾ ലൈറ്റിൻ്റെ ആവശ്യം തൽക്കാലം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ലൈറ്റ് ഇല്ലാത്ത സ്റ്റാൻഡാണ് വാങ്ങിയത്. യൂസ് ചെയ്തിട്ട് ലൈറ്റ് വേണ്ടി വരുമോ എന്ന് എനിക്കറിയില്ല. ഈ ലൈറ്റ് നമുക്ക് എക്സ്ട്രാ വാങ്ങി ഫിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതങ്ങനെ ലൈറ്റൊക്കെ എക്സ്ട്രാ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന സെറ്റപ്പ് ഉള്ളതാണ് ഓർഡർ ചെയ്തേക്കുന്നത്. ഇത് അൺബോക്സ് ചെയ്യുമ്പോൾ അറിയാം ഫിറ്റ് ചെയ്യാൻ പറ്റുന്നതാണോ അല്ലാത്തതാണോ എന്ന്. ഇത് ഞാനിവിടെ ഷോപ്പിൽ വില കേട്ടപ്പോൾ 8 ദിനാറ് വരെ പറഞ്ഞ സാധനം 8-10 ദിനാറൊക്കെ പറഞ്ഞു. ഇതെനിക്ക് ചെമൂന്ന് 3.6 കിട്ടി. സോ ഇത് വെർത്തായിരിക്കും ആവണം. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഇതിന് ഫിക്സ് ചെയ്യാനുള്ള പാർട്സ് എല്ലാം ഉണ്ട്. ഫിക്സ് ചെയ്യുന്നത് വീഡിയോ ഇതാട്ടോ. ഇതൊരു ഇലക്ട്രിക് വിസ്കാണ്. കോഫി ബ്ലെൻഡ് ചെയ്യാനും അതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യാനും. പേപ്പർ കട്ടർ. ഞാൻ മറന്നു എന്ത് സാധനമാണ്. ഈ ഫോട്ടോയിൽ ഒരു കുഞ്ഞു സാധനമായിരുന്നേ. അപ്പോൾ ഇത്രയും വലുതായിരിക്കും എന്ന് കരുതിയില്ല. വലിയ സാധനം ചെറുതുമായിപ്പോയി, ചെറിയ സാധനം വലുതുമായിപ്പോയി. വലുതായിരിക്കും എക്സ്പെക്ട് ചെയ്തിരുന്നത്. ആ ബാഗ് കുഞ്ഞനായിരുന്നു. ചെറുതായിരിക്കും എന്ന് വിചാരിച്ചത് അത്യാവശ്യം വരും. എനിക്കെന്താ ഈ ഗ്രീൻ കളറിനോട് ഒരു താല്പര്യം. അതും ഒരു പിസ്ത ഗ്രീൻ, ഇതും ഗ്രീൻ. ഇത് പേപ്പർ കട്ടറാണ്. ഇത് പേപ്പർ ഇതിനകത്ത് വെച്ചിട്ട് പല ഷേപ്പിൽ കട്ട് ചെയ്യാൻ പറ്റുന്ന ബ്ലൈഡുണ്ട്. ഇത് വേറൊരു മോഡലാണ്. ഇത് പിന്നെതാ ഇത് സ്ട്രെയിറ്റ് കട്ടാവും. ഒരു വേവ് പോലത്തെ ഡിസൈനിൽ കട്ട് ചെയ്യുന്നത്. ഇത് ഇങ്ങനെ ഡോട്ട് വീണ് ഫോക്കസ് ആവും. ഈ ഡോട്ട് വീണ് കട്ടാകത്തില്ലേ, അതാണ് അടുത്തൊരു മോഡല്. ഇത് ഈ ഒരെണ്ണം ഉണ്ടല്ലോ, ഇത് വർക്ക് ആവുന്നില്ല.
ബാക്കി 3 ഇപ്പോൾ ഇതാണെങ്കിൽ സ്ട്രെയിറ്റ് കട്ട്, ഇത് വേവ് കട്ട്. സ്ട്രെയിറ്റ് ആണ് കൊടുത്തേക്കുന്നത്, പക്ഷെ അത് കട്ടാവുന്നില്ല. ഇത് കണ്ടോ ഈ ഡോട്ട് ആയിട്ട് വരുന്നത്, അത് ഡോട്ടായിട്ട് തന്നെ അത് കട്ടാവുന്നുണ്ട്. പിന്നെ നമുക്ക് പേപ്പർ എത്ര ഇതിൽ വെക്കണം എന്നുള്ള മെഷർമെന്റ്സും ഇതിലുണ്ട്. സ്കെയിൽ പോലെ 2 ഇഞ്ച് ഉണ്ട്, സെന്റിമീറ്റർ ഉണ്ട്. പിന്നെ അത് ഇവിടെയും മാർക്ക് ചെയ്തിട്ടുണ്ട് 1 2 3 4 5 എന്ന് പറഞ്ഞിട്ട്. അത് വീഡിയോയിൽ ക്ലിയർ ആയി കിട്ടുന്നില്ല. നമുക്ക് പേപ്പർ എത്ര ഇഞ്ച് നീക്കി വെക്കണം, എത്ര സെന്റിമീറ്റർ നീക്കി വെക്കണം എന്നുള്ളത് നമുക്ക് ഇതിൽ തന്നെ മെഷർ ചെയ്തെടുക്കാം. സീൽ ചെയ്യുന്നതാണ് നമ്മൾ കവറിൽ ഓരോ സാധനങ്ങൾ ഫുഡ് ഐറ്റംസ് ഒക്കെ പാക്ക് ചെയ്യില്ലേ, പാക്ക് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഈ കവറിനെ ആണെങ്കിൽ നമ്മളിങ്ങനെ ഇതിപ്പോൾ ഓപ്പണിംഗ് അല്ലേ, ഈ ഒരു ഓപ്പണിംഗ് ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് സീൽ ചെയ്യാൻ പറ്റും. ഇത് റീചാർജബിൾ ടൈപ്പാണ്. കട്ട് ചെയ്യാനൊരു ബ്ലൈഡ് ഉണ്ട് ഇതിനകത്ത്, കാണുന്നുണ്ട് കണ്ടോ. ഇത് കട്ട് ചെയ്യുന്ന ഒരു ബ്ലൈഡ് പോലത്തെയാണ്. ഈ വൈറ്റ് പോർഷനില്ല അവിടെ വെച്ചിട്ട് നമ്മൾ ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സീൽ ചെയ്തെടുക്കും. ഇത് റീചാർജ് ചെയ്യുന്ന ടൈപ്പും കൂടെ കേട്ടോ. നമ്മൾ ഫുഡ് ഐറ്റംസ് എന്തെങ്കിലും പാക്ക് ചെയ്ത് നമുക്ക് പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൽ നിന്ന് എണ്ണ കളയുമോ, അതിൻ്റെ കറി കളയുമെന്നൊന്നും പേടിക്കാതെ നമുക്ക് ലീക്ക് ഒരു കവറിൽ പാക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് അങ്ങനെ എടുക്കാവുന്ന സാധനം. ഇന്നൊരു സർക്കിൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ എന്തോ ഒരു പേപ്പർ അത് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ വലിയ പേപ്പർ സർക്കിൾ കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ സർക്കിൾ വരച്ച് കോമ്പസ് വെച്ചിട്ട് ഇങ്ങനെ വരച്ച് പിന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ എന്ന് പറയുമ്പോൾ 15 സെന്റിമീറ്റർ വരെ 15 സെന്റിമീറ്റർ വരെ വെച്ചിട്ട് സർക്കിൾ കട്ട് ചെയ്തെടുക്കാന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുള്ളൊരു പ്രോഡക്റ്റാണിത്. ഒരു ഫോൾഡബിൾ കീബോർഡ്, നല്ല ക്യൂട്ട് ആയിട്ടുള്ളൊരു കീബോർഡ്, കാണാൻ നല്ല രസമുണ്ട്. ഭയങ്കര ഫ്രണ്ട്ലി നേച്ചറുള്ളൊരു കീബോർഡാണ്. ഇത്രയേ ഉള്ളൂ ആ സൈസ്. ക്വാളിറ്റി വൈസും ലുക്ക് വൈസും ഒക്കെ കൊള്ളാവുന്നൊരു കീബോർഡാണ്. ഒരു ഹെഡ്ഫോൺസ് ആണ്, എന്നാൽ ന്യൂ ചൈന സാധനം, വയർലെസ് ഹെഡ്സെറ്റ്. ഇതൊന്നും ആള് ഞാനല്ലാത്തതുകൊണ്ട് ഇതിനെക്കുറിച്ച് ആധികാത്മികമായിട്ട് കൂടുതൽ പറയാൻ എനിക്കറിയില്ല. ഇത് ഇവിടുത്തെ കുഞ്ഞു കലാകാരിയുടെ സാധനങ്ങൾ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയത്. ഇതിങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്ത് അതിനകത്ത് പിക്ചേഴ്സ് വെക്കുന്നതായിട്ട്, നമ്മൾ ഫോട്ടോ ഫ്രെയിം അല്ല, ഇതിങ്ങനെ ഓപ്പൺ ആക്കാൻ പറ്റും. ഇവിടെ നമ്മളിത് വാളിൽ ഫിക്സ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആക്കി ഇതിനകത്ത് ഇവരുടെ പിക്ചേഴ്സ് വയ്ക്കും. ഇപ്പോൾ അവൾ കളർ ചെയ്തത് അല്ലെങ്കിൽ വരച്ചതായ ഫോട്ടോസ് എത്ര നമ്മൾ ഫയലിനകത്ത് സൂക്ഷിച്ചു വെച്ചാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ചുറ്റിച്ചൊളിഞ്ഞ് മടങ്ങി അല്ലെങ്കിൽ ഒരു ഡിസോർഡർ ആയിട്ട് കിടക്കും. പക്ഷേ ഇത് നമ്മൾ വാളിൽ ഫിക്സ് ചെയ്ത് വെച്ചിരുന്നാൽ നമുക്ക് വേണമെങ്കിൽ മാറ്റി ഇപ്പോൾ ഇതൊരു ഡിസ്പ്ലേ ആയിട്ട് വെക്കുകയും ചെയ്യാം. അവൾക്ക് അത് നഷ്ടമാവില്ല, ഇതിനകത്ത് ഒത്തിരി സ്റ്റോറേജ് സ്പേസും ഉണ്ട്. അപ്പം അങ്ങനെ വാങ്ങിയ ഒരു സാധനമാണിത്. ക്വാളിറ്റി ഉണ്ട്, ഓക്കെയാണ്. ഇതിൻ്റെ എല്ലാം ഫൈനൽ റിസൾട്ട്, അതായത് ഫോട്ടോ വെച്ചതിന് ശേഷം പിന്നെ ആ ഫോണിൻ്റെ സ്റ്റാൻഡ് അതെല്ലാം ഞാൻ ഫിക്സ് ചെയ്തതിൻ്റെ ശേഷം ആ വീഡിയോസിൽ ആഡ് ചെയ്യാം. നമുക്ക് പച്ച കളറിനോട് എന്തോ ഇതുണ്ടെന്ന് തോന്നുന്നു. എഗെയിൻ ഗ്രീൻ, ഇത് നമ്മുടെ പേപ്പർ കട്ടറാണ്. നമ്മൾ എന്തെങ്കിലും പിക്ചറൊക്കെ വരച്ചിട്ട് മൈന്യൂട്ടായിട്ട് നമുക്ക് കട്ട് ചെയ്യേണ്ടി വരില്ലേ, അപ്പോൾ അത് സിസർ വെച്ച് കട്ട് ചെയ്യാൻ അല്ലെങ്കിൽ മറ്റേ പേപ്പർ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്യുന്നത് കുറച്ച് പാടാം. അപ്പോൾ ഇത് നമുക്ക് പല ടിപ്പുണ്ട്. ആ ടിപ്സ് മാറ്റി യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് പിക്ചർക്ക് നമ്മൾ ഒരു ഫേസ് വരച്ചു കൊടുത്തിട്ട് നമുക്ക് കണ്ണിന് ആ ഒരു ഐബ്രോസ് ഇതെല്ലാം നമുക്ക് കട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി പാടുള്ള കാര്യമല്ലേ. ഇത് പല നിബ് നമുക്ക് ഇവിടെ മാറ്റിയിടാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്ട്രാ 6 ടിപ്പ് വരുന്നുണ്ട്. നീളം കൂടിയത്, നീളം കുറഞ്ഞത്, വണ്ണം കൂടിയത്, വണ്ണം കുറഞ്ഞ അങ്ങനെ ഡിഫറെൻറ്റ് ഇതിലുള്ള ഒരു എക്സ്ട്രാ 6 ടിപ്സ് കിട്ടുന്നുണ്ട്. എന്താണെന്നറിയില്ല, പച്ചയോട് ഇത്ര താല്പര്യം, അങ്ങനെയെങ്കിലും പച്ച പിടിക്കട്ടെ എന്നായിരിക്കും. ഫൈനൽ സാധനം ഇതൊരു ലൈറ്റാണ്. നമ്മൾ മോഷൻ സെൻസ് ചെയ്തു കാണുന്നുണ്ടോ, അങ്ങനെ 3 ലൈറ്റുള്ള ഒരു സംഭവമാണ്. ഓഫ് ആണായി. ഇത് വൈറ്റ് ലൈറ്റ്, വാം ലൈറ്റ്, വൈറ്റും വാമും മിക്സ് ആയിട്ടുള്ള ലൈറ്റ്. ഇതോടുകൂടി തെമു പർച്ചേസ് ഫിനിഷ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇത് ക്വാളിറ്റി കൊള്ളാം. എനിക്ക് ഒരു പ്രോഡക്റ്റ് മാത്രമേ ഒട്ടും ഇഷ്ടപ്പെടാത്ത, അതായത് എൻ്റെ ആ പച്ച ബാഗ്, അത് മാത്രമേ എനിക്കൊരു ഇതായിട്ട് തോന്നുള്ളൂ. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിൽ ഓക്കെ ആണിത്. അതുകൊണ്ട് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, ക്വാളിറ്റി വൈസ് കൊള്ളാം. അപ്പോൾ ഇനി തെമുവിൽ നിന്ന് വാങ്ങണോ വേണ്ടേ, കൊള്ളാവോ എന്നൊക്കെ ആലോചിച്ച് മടിച്ച് നിൽക്കുന്നവർ ധൈര്യമായിട്ട് വാങ്ങിച്ചോളൂ, ഒരു കുഴപ്പമില്ല. പിന്നെ നമുക്ക് റിവ്യൂസ് നോക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റുള്ള കുറേ റിവ്യൂസ് എല്ലാം പോസിറ്റീവാണ്. അത് സത്യസന്ധമായിട്ട് ചിലപ്പോൾ ഇട്ടേക്കുന്നതായിരിക്കും. റിവ്യൂസിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് പറയാനൊന്നും എനിക്കറിയില്ല. ധൈര്യമായിട്ട് നമുക്ക് പ്രോഡക്റ്റ്സ് വാങ്ങാം. മറ്റൊന്ന് സെർച്ച് ചെയ്യും. നമുക്കിപ്പോൾ ഒരു പ്രോഡക്റ്റിന് തന്നെ പല
പ്രൈസ് റേറ്റിൽ പല കമ്പനിയിൽ പല ഇത്. അപ്പോൾ നമ്മൾ അതൊന്ന് സെർച്ച് ചെയ്ത് എടുത്ത് വാങ്ങി കഴിഞ്ഞാൽ നല്ല ഒത്തിരി സാധനങ്ങൾ കിട്ടും. അപ്പോൾ ഇനി അടുത്ത ടെമോ ഓർഡർ വരുമ്പോൾ അടുത്ത അൺബോക്സിങ് വീഡിയോ ബൈ ബൈ.